ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി കോക്കനട്ട് പുഡിംഗ് ആണ്. വീട്ടിലുള്ള വളരെ ചുരുങ്ങിയ ചേരുവകൾ കൊണ്ട് ഉണ്ടാക്കിയിട്ടെടുക്കാൻ പറ്റുന്ന ഒരു പുഡിംഗ് ആണ്. ഇതിനായിട്ട് നമുക്ക് ചൈന ഗ്രാസോ ജലറ്റിനോ മുട്ടയോ ഒന്നും തന്നെ വേണ്ട. നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിംഗ് ആണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയിട്ടെടുക്കാമെന്ന് നോക്കാം. അപ്പോൾ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാനായിട്ട് ഞാനിത് ഈ ഒരു വലുപ്പത്തിലുള്ള ഒരു തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാനിത് തേങ്ങ ഇതുപോലെ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ അടിഭാഗത്തുള്ള ആ ഒരു ബ്രൗൺ കളർ ഭാഗമൊക്കെ ഉണ്ടല്ലോ, അത് ഞാൻ കത്തി വെച്ചിട്ട് നന്നായിട്ടൊന്ന് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് മിക്സിയിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഇത് ഞാൻ തേങ്ങ എല്ലാം മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് വെള്ളം ഒഴിക്കാണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് അടിച്ചെടുത്തതിന് ശേഷമാണ് ഇതിലോട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വീണ്ടും അടിച്ചിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇത് ഞാനിത് നന്നായിട്ടൊന്ന് ഇങ്ങനെ പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1.25 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇത് തേങ്ങ നന്നായിട്ട് തന്നെ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അരിപ്പയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ ഈ ഒരു മിക്സി ജാറിലേക്ക് ഞാൻ ഒരല്പം വെള്ളം കൂടെ ഒഴിച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് തന്നെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് കൈ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഒരു സ്പാച്ചിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പിഴിഞ്ഞിട്ട് ഈ ഒരു തേങ്ങാപ്പാൽ എടുക്കാം. ഇപ്പോൾ അതേ തേങ്ങാപ്പാൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഏത് പാത്രത്തിലാണോ ഈ ഒരു പുഡിംഗ് തയ്യാറാക്കണം ആ ഒരു പാത്രത്തിലോട്ട് ഈ ഒരു തേങ്ങാപ്പാൽ മൊത്തത്തിൽ അങ്ങ് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ചുവട് കട്ടിയായിട്ടുള്ള പാത്രം വേണം ഈ ഒരു പുഡിംഗ് തയ്യാറാക്കാനായിട്ട് നമ്മൾ എടുക്കുമ്പോൾ. ഇനി ഈ ഒരു തേങ്ങാപ്പാലിലേക്ക് ഞാനിവിടെ ഒരു 1/4 കപ്പ് വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ചെറിയൊരു ബൗൾ എടുക്കാം. ഇതിലോട്ട് നമുക്ക് 4 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ വേണം. അപ്പോൾ ഈ ഒരു കോൺഫ്ലോർ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ടും കൂടെ എടുക്കണം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനിതിലേക്ക് കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ടിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. ഒട്ടും കട്ടകളില്ലാതെ തന്നെ നമുക്കിത് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ നമ്മുടെ കോൺഫ്ലോർ മിക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന തേങ്ങാപ്പാലുണ്ടല്ലോ, അത് അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചിട്ട് എടുക്കാം. അപ്പോൾ ഇതുപോലെ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കുമ്പോൾ അടുപ്പൊക്കെ ലോ ഫ്ലെയിമിലേക്ക് വെച്ചിട്ട് വേണം കേട്ടോ തയ്യാറാക്കാനായിട്ട്. തേങ്ങാപ്പാലായ കാരണം പെട്ടെന്ന് അടിക്കൊക്കെ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. പിന്നെ ഇത് നമ്മൾ ഒട്ടും കൈയൊന്നും എടുക്കാതെ തന്നെ വേണം കേട്ടോ ഇളക്കിയിട്ട് ഇത് തിളപ്പിച്ചിട്ട് എടുക്കാൻ. ഇപ്പോൾ തേങ്ങാപ്പാൽ നന്നായിട്ട് തന്നെ ചൂടായിട്ട് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാരയാണ് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് ഇളക്കിയിട്ട് ഇത് തിളപ്പിച്ചിട്ട് എടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്ന കോൺഫ്ലോർ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്ത ഉടനെ തന്നെ നമ്മളിത് ഇളക്കി കൊടുക്കണം കേട്ടോ. അതല്ലെങ്കിൽ ആകെ ഇങ്ങനെ കട്ടയൊക്കെ ആവും. ഒട്ടും കട്ടകളില്ലാതെ വേണം നമുക്ക് ഈ ഒരു പുഡിംഗ് കിട്ടാനായിട്ട്. പിന്നെ ഈ ഒരു കോൺഫ്ലോർ ഒഴിച്ച് കൊടുത്ത ഉടനെ തന്നെ നമുക്കിത് റെഡി ആയിട്ട് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്കിത് തിക്കായിട്ട് വരാനായിട്ട് തുടങ്ങും. ഇതിപ്പോൾ നന്നായിട്ട് തന്നെ തിക്കായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് ഇഷ്ടമുള്ള ഫ്ലേവറൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എസൻസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. വാനില എസൻസോ പൈനാപ്പിൾ എസൻസൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാൻ ഈ ഒരു കോക്കനട്ട് പുഡിംഗ് ആയ കാരണം തേങ്ങാപ്പാലിൻ്റെ ആ ഒരു സ്മെല്ലാണ് ഇതിനെ വേണമെന്ന് വിചാരിച്ചിട്ട് വേറെ എസൻസ് ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. ഇനി നമുക്ക് ഇത് സെറ്റ് ചെയ്യാനായിട്ടുള്ള ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ചൂടോടെ തന്നെ ഒരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ബൗളിൽ നമ്മൾ ഓയിൽ ബ്രഷ് ചെയ്തിട്ട് കൊടുക്കുക അങ്ങനെയൊന്നും ചെയ്യാനൊന്നും വേണ്ട കേട്ടോ. നമുക്കിത് സെറ്റായിട്ട് കഴിഞ്ഞാൽ ഈസി ആയിട്ട് തന്നെ നമുക്കിത് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അതേ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് പതുക്കെ ഒന്ന് ടാപ്പ് ചെയ്തിട്ട് കൊടുക്കാം. അതിനുശേഷം ബാക്കിയുള്ളത് ഞാൻ ചെറിയൊരു ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചൂടോടെ തന്നെ ഒഴിച്ച് കൊടുക്കണം. അതല്ലെങ്കിൽ നമ്മൾ പുഡിംഗ് ഉണ്ടാക്കിയിട്ടുള്ള ആ ഒരു പാത്രത്തിലിരുന്നിട്ട് തന്നെ സെറ്റായിട്ട് വരും. ഇനി ഇതിൻ്റെ ചൂടൊന്ന് പോയതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ട് എടുക്കുമ്പോൾ ഏകദേശം ഒരു 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പുഡിംഗ് സെറ്റായിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തണുപ്പിച്ചിട്ട് സെറ്റാക്കിയിട്ട് എടുത്തിട്ട് വരാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് നല്ല സെറ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പുഡിംഗ് ഇതെവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ല, നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ് കേട്ടോ. വായിലിട്ടാൽ അലിഞ്ഞു പോകും, അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. നല്ല ടേസ്റ്റും ആയിരുന്നു കേട്ടോ. ഇനി നമുക്ക് ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റി കൊടുക്കാം. അപ്പോൾ അതെ നമ്മുടെ അടുത്ത പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, ഇത് കാണുമ്പോൾ തന്നെ അറിയാലോ. നല്ല ടേസ്റ്റും ആയിട്ടുള്ളൊരു പുഡിംഗ് ആണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇനി ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് കുറച്ച് ടൂട്ടി ഫ്രൂട്ടി കൂടെ ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു പുഡിങ്ങിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും വരാം. ബൈ. താങ്ക്